Good morning, children. I hope all of you got the method of lattice multiplication. It is very easy method for multiplication. Okay, isn't it? Okay, next we are discussing in multiplication the carryover is there. So in lattice method, how can we handle the carryovers? Okay, just start today's class. This is the first question. 8627 into 6. ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ബോക്സ് വരയ്ക്കാനും അതിൽ ഡയഗ്രാംസ് വരയ്ക്കാനും എല്ലാം പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെങ്ങനെയാണ് ക്യാരി ഓവർ വരുമ്പോൾ എങ്ങനെ ആൻസർ കിട്ടും എന്നാണ്. ഓക്കെ, നോക്കാം. 6ൻ്റെയും 7ൻ്റെയും ടേബിൾസൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാണ്. അതുപോലെ 6ൻ്റെ ടേബിൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 6 sevens are, what is 6 sevens are? 42. Okay, next 2 6 are 12, then 6 6 are 36, 6 8s are 48. അങ്ങനെ എഴുതി വെച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്തതുപോലെ ഇതിങ്ങനെ ഡയഗ്രാംസിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്ത് ആൻസർ എഴുതും അല്ലേ. അപ്പോൾ 2, ഇവിടെ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6, then 6ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7. ഓക്കെ, 8ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 11 വരും. ആ 11ൽ 1 മാത്രം ഇവിടെ ഇടുക. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ 11ൽ 1 ഇവിടെ ഇട്ടു, ബാക്കി 1 ഉണ്ട് അല്ലേ. ആ 1 നമ്മളിത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇവിടെ സൈഡിൽ ഇടുകയാണ്. നിങ്ങൾ സൈഡിൽ ഇടണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ 1 ക്യാരി ഉണ്ടെന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഈ 4 ഉണ്ട്. ആ 4 നമ്മൾ സാധാരണ ഇങ്ങോട്ട് എടുത്ത് എഴുതുക ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു ക്യാരി 1 ഉള്ള കാരണം ആ 4 എന്ത് ചെയ്യണം? 1ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് 5 എന്ന് ഇവിടെ എഴുതും. ഓക്കെ, എന്താ ചെയ്ത് 8ഉം 3ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. ആ 11ൽ 1 ഇവിടെ ഇട്ടു, 1ൽ 1 ഇവിടെ ഇട്ടു, 10ൽ 1 ക്യാരി ആയി. ആ 1 ആണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത ഏതാണോ ഡിജിറ്റ്? 4 ആണ് അല്ലേ. 4ൻ്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ആ 4 അതുപോലെ ഇവിടേക്ക് ഇടും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ആ 1 ക്യാരി ഉള്ളത് കൊണ്ട് 4 1ൻ്റെ കൂടെ ക്യാരി ആയി എഴുതിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ 4ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് എന്താ വരുന്നത്? 5. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. സോ എന്താ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ? 51,762 എന്ന് കിട്ടി. 51,762. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ക്യാരി വരുന്നത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 98 into 69. അതിന് നമ്മൾ വലിയൊരു ബോക്സ് വരച്ചു, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അതിന് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 2 കോളംസായി. ഇനി വീണ്ടും അതിനെ ഇങ്ങോട്ടും ഒരു റോ പോലെ ഇങ്ങനെയും വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും വരച്ചു. മനസ്സിലായാലോ? ആദ്യം ഒരു ബോക്സ് വരച്ചു, അതിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വരച്ചു, ഒരു ലൈൻസും കൂടെ വരച്ചു. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 അങ്ങനെ ചെയ്തു അല്ലേ. ഇനി നമുക്ക് ആ ഡിജിറ്റ്സ് ഒക്കെ മുകളിൽ എഴുതാം. ആദ്യം 98 അതിവിടെ എഴുതാം കേട്ടോ. 99 8 അത് ഇങ്ങനത്തെ കോളത്തിൽ എഴുതി. ഇനി 69 അല്ലേ. അപ്പോൾ 6ഉം 9ഉം 6 ഇവിടെ എഴുതുക, 9 ഇവിടെ എഴുതുക. 98 ഇങ്ങനെ എഴുതി, 9 8 69 ഈ 2 റോന്റെ നേർക്ക് ഇങ്ങനെ എഴുതി. എന്താ? 6 9. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഡയഗ്രാംസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഡയഗ്രാംസ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചു, അതുപോലെ ഇതിലെല്ലാം ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു, ഇതിലും ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു. ഇങ്ങനെയാണ് ഡയഗ്രാംസ് വരച്ചു. അതിങ്ങനെ നീട്ടി, നമ്മൾ നേരത്തെ നീട്ടി വരച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ നേരെ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 8ഉം 6ഉം 9ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ തന്നെ എഴുതും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 8ഉം 9ഉം അതിവിടെ എഴുതും, 9ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. ഓക്കെ, നോക്കാം. നമുക്കറിയാം 6ൻ്റെ ടേബിൾ അറിയാം നമുക്ക്. അപ്പോൾ ചെല്ലി നോക്കാം. 6 8s are എന്താ വരുന്നത്? 6 8s are 48. അപ്പോൾ 4 ഇവിടെ എഴുതി, 8 ഇവിടെ എഴുതി അല്ലേ. ഇനി 8 9s are, അല്ലെങ്കിൽ ഇത് ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. 6 9s are, ഓക്കെ, 6 9s are is 54. അപ്പോൾ അത് അങ്ങനെ എഴുതാം. 5 4 54 എന്ന് എഴുതി അല്ലേ. ഇനി 8 9s are 72 അതുപോലെ എഴുതി. അതുപോലെ 9 9s are 81 അതും ഇങ്ങനെ എഴുതി അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഈ ഡയഗണൽസിൽ ഇങ്ങനെ വരുന്ന ഡിജിറ്റ്സ് ഒക്കെ ഏതൊക്കെയാണോ അതൊന്ന് ചെയ്യാം, ആഡ് ചെയ്തിട്ട് എഴുതാം.
ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരുന്നത് 2 ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാനില്ല. അപ്പോൾ 2 ഇങ്ങോട്ട് എടുത്ത് എഴുതി. അതിന് ശേഷം എന്താണുള്ളത്? 8 ഉണ്ട്, 7 ഉണ്ട്, 1 ഉണ്ട്. 8, 7, 1. 8 + 7 എത്ര വരുന്നത്? 8 + 7 15. 15ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8 + 7 15. 15 + 1 16. ആ 16ൽ എന്ത് നമ്മൾ എഴുതിയാൽ മതി? ഇവിടെ 16ൽ 6 ഇവിടെ എഴുതി. 1 നമ്മൾ സൈഡിൽ എഴുതിയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. 1 സൈഡിലൊന്ന് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ. അപ്പോൾ 6 അവിടെ എഴുതി. ഇനി അടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. 4 + 4 എത്രയാണ്? 4 + 4 8. 8 + 8 അഗെയിൻ 16 വരും. പക്ഷെ നമ്മളിവിടെ 16 എഴുതാൻ പാടില്ലല്ലോ. കാരണം 16ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യാനുണ്ട്. 16ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 17 വരും അല്ലേ? അപ്പോൾ ആ 17ൽ എന്ത് മാത്രം ഇവിടെ എഴുതാവൂ? 7 ഇവിടെ എഴുതണം. സൈഡിലൊന്നും ജസ്റ്റ് മാർക്ക് ചെയ്യാം 1 ക്യാരി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമുക്ക് എന്തറിയാം? ഇവിടെ 5 ആണ് അല്ലേ? ആ 5 നമ്മൾ സാധാരണ ഇങ്ങോട്ടെടുത്ത് എഴുതാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാനുണ്ടെന്ന് ഓർമ്മ വേണം. ക്യാരി 1 ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 5ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് എന്ത് വരുന്നത്? 6 ആണ് വരുന്നത്. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? 6, 7, 6, 2. That is 6762. ആൻസർ ഈസ് 6762 അല്ലേ? നമ്മൾ സാധാരണ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വേണം? 2 സ്റ്റെപ്പൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതണം. ഇത് ഒറ്റ ഒരു പിക്ചറിൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ലാറ്റിസ് മെത്തേഡ് ഈസ് ആൻ ഈസി മെത്തേഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 671 × 81 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3. അതുകൊണ്ട് 3 കോളം ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ. ആദ്യം ഒരു ബോക്സ് വരയ്ക്കണം, എന്നിട്ട് 3 കോളം വരയ്ക്കണം. ഇനി എത്ര ഉണ്ട്? മൾട്ടിപ്ലയർ എത്ര ഉണ്ട് നോക്കുക, എത്ര ഡിജിറ്റ്സ് ഉണ്ട് നോക്കുക. അപ്പോൾ 2 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 റോസും വരച്ചു. അപ്പോൾ 8ഉം 1ഉം അങ്ങനെ എഴുതി. 6, 7, 1 മുകളിലും എഴുതി. ഓക്കെ. ഇത്രയും നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഈ 1 കൊണ്ട് 8നെ, 7 കൊണ്ട് 8നെ, 6 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അതുപോലെ 1 കൊണ്ട് 1നെ, 7 കൊണ്ട് 1നെ, 6 കൊണ്ട് 1നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ. ചെയ്യാം. അപ്പോൾ 1 8s are 1 8s are എന്താണ്? 1 8s are 8 ആണ്. അപ്പോൾ അത് 8 1സിൻ്റെ കോളത്തിൽ എഴുതി. അപ്പോൾ ഇവിടെ 10സിൻ്റെ കോളത്തിൽ നമുക്ക് 0 ഇട്ട് വയ്ക്കാം, കാരണം ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഇനി 7 8s are. വാട്ട് ഈസ് 7 8s are? 56 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? 5 6 അതിങ്ങനെ എഴുതി. ഓക്കെ. ഇനി 6 8s are. വാട്ട് ഈസ് 6 8s are? 4 8 48 എന്ന് കിട്ടി. ഓക്കെ. ഇനി 1 കൊണ്ട് ഈ 1നെ, അപ്പോൾ 1 1s are 1. അപ്പോൾ 0 എഴുതുക 10സിൻ്റെ കോളത്തിൽ. 7 1 is 7. അതുപോലെ 0 എഴുതി. ഇനി 6 1 is 6. അപ്പോൾ ഇവിടെ എന്താ എഴുതാം? 0 എഴുതാം. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അഡീഷൻ പാർട്ട് അല്ലേ? ഇനി നമ്മൾ ഡയഗണൽ വൈസ് നോക്കിയിട്ട് ആഡ് ചെയ്ത് ആൻസർ എഴുതണു. ക്യാരി ഓവർ ഉണ്ടെങ്കിൽ അത് മൈൻഡിൽ വെക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ എഴുതുകയോ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ 1 എന്നിവിടെ എഴുതി. ഇനി 8 ഇതിൻ്റെ ഈ ഡയഗണൽ നോക്കുക. ഈ ഒരു ഇത് നോക്കുമ്പോൾ സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 8 0 7. 8ഉം 0 7ഉം 8ഉം 0 നോക്കണ്ട, 8ഉം 7ഉം കൂടെ ആഡ് ചെയ്യാം. 8ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് എത്ര വരുന്നത്? 15 അല്ലേ? 15ൻ്റെ 5 ഇവിടെ എഴുതി. എന്ത് ചെയ്യാം? 1 നമുക്കൊരു ജസ്റ്റ് ഇവിടെ ഓർമ്മിക്കാൻ വേണ്ടി 1 സൈഡിൽ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അടുത്ത ഇത് നോക്കാം. അടുത്തത് നോക്കുമ്പോൾ ഇവിടെ 6ഉം ഇവിടെ ഒരു 6ഉം ഉണ്ട്. 6ഉം 6ഉം കൂടെ കൂട്ടി 12 കിട്ടും. 12 എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. 12ൻ്റെ കൂടെ 1 കൂട്ടി എന്താ വരുന്നത്? 13. 13ലെ 3 ഇവിടെ എഴുതി. ഓക്കെ. ആ 3 അവിടെ എഴുതി. ബാക്കി എന്തുണ്ട്? ഇനിയും 1 ഉണ്ട്. ഓക്കെ. 1 അഗെയിൻ ക്യാരി ഓവർ. ദെൻ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 5ഉം 8ഉം. 5 8ഉം കൂടെ ആഡ് ചെയ്യണം. 5 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 13 കിട്ടും അല്ലേ? 13ൽ ഈ 1 ആഡ് ചെയ്യണം. 13ൽ 1 ആഡ് ചെയ്ത് എന്ത് വരുന്നത്? 14. 14ൽ 4 ഇവിടെ ഇട്ടു. എഗെയിൻ 1 ക്യാരി വന്നു. ആ 1 നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി 4 ആണ് ഇവിടെ ഉള്ളത്. 4 നമുക്കറിയാം 4ൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. പക്ഷേ എന്തിവിടെ ഉണ്ട്? ക്യാരി ഓവർ 1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാരി ഓവർ 1 4ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എന്താ വരുന്നത്? 5 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? 5 4 3 5 1. ഇതാണ് ആൻസർ വരുന്നത് അല്ലേ?
ഈക്വൽ ആൻസർ വരുന്നത് 54351, ദാറ്റ് ഈസ് 54,351 ഈസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ ഒരു 4 ഡിജിറ്റ്സിൽ ഒരു ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കോളം വരച്ച് എങ്ങനെ എഴുതണമെന്ന് പഠിച്ചു. അതുപോലെ 2 ഡിജിറ്റ്സ് വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. അതുപോലെ 3 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് അങ്ങനെ വരുമ്പോഴും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും വരയ്ക്കേണ്ടതും എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ടെക്സ്റ്റിൽ കുറച്ചതുപോലെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ലാറ്റിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമിന് വരും. ഈ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ വരും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ക്യാരി ഓവർ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനും 3rd ക്വസ്റ്റ്യനും ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അത് നമ്മൾ 2 ഡിസ്കസ് ചെയ്തു. അത് നമുക്ക് ഇനി നോട്ടിലേക്ക് എഴുതുമ്പം നിങ്ങളത് നോക്കി എഴുതുക. ഇനി ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം, ഈ 2nd ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ടെക്സ്റ്റിലൊരു ഒരു വർക്ക് ഉണ്ട്, ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കുണ്ട്. അത് ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൾട്ടിപ്ലയർ തന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കൻ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം, 7ന്റെ ടേബിൾ അറിയാം, 9ന്റെ ടേബിൾ അറിയാം. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 7 9s എത്രയാണെന്ന് ഇവിടെ എഴുതുക. അതുപോലെ ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ അതെ ടേബിൾ സ്റ്റൈൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് എഴുതുക. സിമ്പിളാണ്. ടേബിൾ ചൊല്ലി നോക്കി ഇവിടെ ഫില്ല് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ദ ഫോളോവിങ് ഇൻ യുവർ നോട്ട്ബുക്ക് യൂസിങ് ലാറ്റിസ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് തന്നെ എഴുതണം. അപ്പോൾ ലാറ്റിസ് മെത്തേഡ് നമ്മൾ നേരത്തെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ താഴെ എഴുതി പോയാൽ മതി. അപ്പോൾ ഇത് 2 ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യനും 3rd ക്വസ്റ്റ്യനും ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടെ കാണിച്ചു തരാം, 99 ഇൻറ്റു 99. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതുപോലെ വരച്ചു വെച്ചു. ഇനി എന്ത് ചെയ്യേണ്ടത്, ഡിജിറ്റ്സ് എഴുതാം. അപ്പോൾ 9 മുകളിൽ 9, അതേപോലെ തന്നെ സൈഡിൽ 99. മൾട്ടിപ്ലിക്കൻ്റ് മൾട്ടിപ്ലയർ ഒക്കെ സെയിം ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരെ ടേബിളൊക്കെ ചൊല്ലി ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 9 9s 81 എന്ന് എഴുതാം, 81. അതേപോലെ തന്നെ എല്ലായിടത്തും 81 ആണ് അല്ലേ. എല്ലാ 9 9s ആണ്. അപ്പോൾ 81 ഇവിടെയും 81 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആഡിങ് ആണ് അല്ലേ. 1 എന്ന് എഴുതി. ഇവിടെ എന്തൊക്കെയുണ്ട്, 181. അപ്പോൾ എത്രയാണ്, 1 + 8 9. 9 + 1 എന്താ വരുന്നത്, 10 വന്നു. ആ 10ൽ 0 ഇവിടെ എഴുതി. അപ്പോൾ എന്ത് ചെയ്തു, 1 ക്യാരി ആയിട്ട് വന്നു അല്ലേ. ഇനി വീണ്ടും നമുക്ക് എന്തെന്നെ കിട്ടുക, 10 തന്നെ കിട്ടുക അല്ലേ. അല്ല സോറി, ഇനി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാനുള്ളത്, 8ഉം 1ഉം 8 ആണ് കിട്ടുന്നത്. അപ്പോൾ 8 + 1 9, 9 + 8 എന്താ വരുന്നത്, 17 വരും. ആ 17ൻ്റെ കൂടെ എന്ത് ചെയ്യുക, 1 ക്യാരി ഉണ്ട്. ആ 1 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ 17 + 1 എന്താ വരുന്നത്, 18 ആണ് വരുന്നത്. അപ്പം 8 അവിടെ ഇട്ടു. അപ്പോഴും 1 ക്യാരി ഉണ്ട്. ആ 1 നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്യാണ് കേട്ടോ, ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മൈൻഡിൽ വെക്കാൻ അറിയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ ഇതുപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ 8 മാത്രമല്ലേ ഉള്ളൂ. ആ 8ൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടത്, 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, 9. അപ്പോൾ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലേ, 9801. വളരെ സിമ്പിളായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്. അതായത് ഒറ്റ സ്റ്റെപ്പിൽ വേഗം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം, അതിൻ്റെ പൊസിഷൻ നോക്കണം, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ക്യാരി അതിൻ്റെ അടുത്ത് തന്നെ എഴുതാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മളത് ക്യാരി ഓർ ആഡ് ചെയ്യാനും മറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേഗം മെത്തേഡ് ഈസിയാണ് അല്ലേ. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഒപ്പം എന്താ അറിയണം, 10 വരെ ടേബിൾസ്, ലാറ്റിസ് മെത്തേഡിൽ 10 വരെ ടേബിൾസ് ഷുവറായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇവിടേക്ക് എഴുതാം. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്, 9801 എന്നാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇതും ഇതുപോലെ വരച്ചെഴുതാം. അപ്പോൾ നമ്മൾ 3 ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ടെക്സ്റ്റ് എക്സസൈസിൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. 4265 × 23. അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4 ഡിജിറ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ 4 കോളം വരച്ചു. അതുപോലെ മൾട്ടിപ്ലയർ 23 ആണ്. അപ്പോൾ 2 റോസ് ഇങ്ങനെ ആക്കി അല്ലേ. അതിന് ഡയഗണൽസ് വരച്ചു. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ കഴിവതും സ്ക്വയർ ഷേപ്പായിട്ട് വരയ്ക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് ഡയഗണൽസ് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതൊരു കറക്റ്റ് ഓർഡറിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വളരെ കഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ വരയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ട് ഡയഗണലൊക്കെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് 2ൻ്റെയും 3ൻ്റെയും ഒക്കെ ടേബിൾ അറിഞ്ഞാൽ മതി. വളരെ സിമ്പിളാണ് അല്ലേ. നോക്കാം. 5 2s are എന്താണ്? 10. അപ്പോൾ 10 എന്ന് എഴുതി. ഇനി അതുപോലെ 6 2s are 12 എഴുതി. 2 2s are 4 ആണ്. അത് ഈ കോളത്തിൽ എഴുതണം. 0 ഇടണം ഇവിടെ. ഇനി 2 4s are 8 ആണ്. അത് ഈ കോളത്തിൽ എഴുതി. ഇവിടെ എന്തിട്ടു? 0 എന്ന് എഴുതി. ഇനി അതുപോലെ 5 3s are 15. അതിങ്ങനെ എഴുതി. ഇനി 6 3s are 18. അതിങ്ങനെ എഴുതി. ഇനി 2 3s are 6 ആണ്. അതിവിടെ എഴുതി. 0 ടെൻസിൻ്റെ പ്ലേസിൽ 0 ഇട്ടു. 4 3s are 12 എന്ന് എഴുതി അല്ലേ. ഇനി ആഡിങ് ആണ്. അതിവിടെ 5 എന്ന് എഴുതി. ഇനി 8 + 1 എന്താണ്? 8 + 1 9 ആണ്. അതിവിടെ എഴുതി. ഓക്കെ, ഇനി 1 + 2 3, 3 + 1 4, 4 + 6 എന്താ വരുന്നത്? 10 അല്ലേ. 10 ഇവിടെ എഴുതി. 1 ഒരു ക്യാരി ഉണ്ട്, സൈഡിൽ മാർക്ക് ചെയ്തു. ഇനി 1 + 4 5, 5 + 2 7 ആണ്. 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 8 എന്ന് വരും. ഓക്കെ, ഇനി 1 + 8 എന്താ വരുന്നത്? 9. അപ്പോൾ എന്താ വന്നത് ആൻസർ? 9 8. ഇവിടെ 0 ആണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 9 8 0 9 5 98,095 ഇസ് ദ ആൻസർ. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? 98,095 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ കോളംസ് വരയ്ക്കണം. ഓക്കെ, മൾട്ടിപ്ലയർ എപ്പോഴും 2 ഡിജിറ്റ്സ് ഉണ്ടാവുള്ളൂ. അതിന് കൂടുതൽ നിങ്ങൾക്ക് തരില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്തു. ഇവിടെ 2 റോയും അങ്ങനെ ആക്കുക. ഓക്കെ, കോളംസ് ആണ് നമുക്ക് ആ മൾട്ടിപ്ലിക്കൻറ്റിനാണ് ശ്രദ്ധിച്ച് കോളംസ് വരയ്ക്കേണ്ടത്. ഞാൻ ക്രോസ് ചെയ്തിട്ടുള്ള ലൈൻസ് അത് നല്ല നീറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ്സ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. 4 ഡിജിറ്റ്സും × 2 ഡിജിറ്റ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മളിത് ചെയ്ത അതുപോലെ കോളംസ് ഒക്കെ വരച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇനി 5 6 7 8 9 ആണ് ഹോംവർക്ക്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.